ഓക്കെ, വളരെ നല്ല ഒരു ഭക്ഷണ രീതിയാണല്ലേ. ഓക്കെ, അപ്പൊ ഈ ഗോതമ്പുണ്ട എന്ന് പറയുന്നത് ശരിക്കും എന്തായിരുന്നു സാർക്ക് അറിയാമോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാം. ഗോതമ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ അതിപ്പോൾ അത് അത്ര കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അതായത് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയെടുക്കുന്നു, അതിൽ വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് റെഡിയാക്കി ഉണ്ടകളാക്കി മാറ്റി വയ്ക്കും. അടുപ്പിൽ വെള്ളം വെച്ചു, അത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ ഉണ്ടയെടുത്ത് അതിലിടുന്നു. അത്രേ ഉള്ളൂ. അതിൽ നന്നായി വെന്ത് വരുമ്പോൾ അത് അതിൽ നിന്ന് കോരിയെടുത്ത് കൊടുക്കുന്നതാണ്. അതെന്താ അങ്ങനെ ഒരു ഭക്ഷണ രീതി? അത് അന്നത്തെ കാലത്ത്, അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ളതാണ്. അത് അന്നത്തെ കാലത്ത് ഭക്ഷണം അതായിരുന്നു. സബ് ജയിലുകളിലാണ്, സബ് ജയിലുകൾ, എല്ലാ സബ് ജയിലുകളിലും അങ്ങനത്തെ ഭക്ഷണം ആയിരുന്നു. എന്നാൽ സെൻട്രൽ ജയിലുകളിൽ ചപ്പാത്തി ഉണ്ട്, അത്രയുള്ള സൗകര്യങ്ങളുണ്ട്. സബ് ജയിലുകളിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാ, അങ്ങനെ ഭക്ഷണം തീരുമാനിക്കാതിരുന്നതെന്ന് ഇന്ന് വിചാരിക്കണം. ഈ ഒരു ഭക്ഷണ രീതിയൊക്കെ ശരിക്കും എടുത്ത് മാറ്റേണ്ട സമയമായില്ലേ? ഇത്രയധികം സുഭിക്ഷമായിട്ട് ജയിലുകളിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ അവസ്ഥയിൽ അത് കൊടുക്കണം. കാരണം എന്തും കിട്ടുന്ന അവസ്ഥയിലാണല്ലോ പുറത്ത് താമസിക്കുന്നവർക്ക്. അപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് ശരിക്കും അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതൊരു കൂടുതലായി പോയി എന്ന അഭിപ്രായം എനിക്കുണ്ട്. പൊതുവെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ജയിലെന്ന് പറയുന്ന സുഖവാസ കേന്ദ്രമാണ്, അവിടെ പോയി ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ജയിലിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ജയിൽ ഒരിക്കലും സുഖവാസ കേന്ദ്രമല്ല. അത് പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്, ധാരണയാണ്. അതൊരിക്കലും ജയിൽ തന്നെയാണ്. അത് എന്ത് സൗകര്യങ്ങൾ ഉണ്ടായാലും ജയിൽ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. കാരണം ജീവനക്കാർക്ക് വൈകുന്നേരമായി രാവിലെ വന്ന് വൈകുന്നേരമായി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. പക്ഷെ തടവുകാരായി വരുന്നവർക്ക് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓരോ ചിന്തകളും വീട്ടിലെ അവസ്ഥകളും എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര കഠിനമായൊരു അവസ്ഥ തന്നെയാണ്. എന്നാൽ ആ സെറ്റപ്പിൽ നിന്നൊക്കെ മാറ്റമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ജയിൽ തന്നെയാണ്, അതിലൊരു സുഖവാസ കേന്ദ്രമല്ല, ഒരിക്കലും ഇല്ല. അത് ജനങ്ങളുടെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഴി എണ്ണുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അഴി എണ്ണിക്കൊണ്ടിരിക്കേണ്ടി വരുമല്ലേ കുറെ കാലത്തേക്ക്? കുറെ ആകുമ്പോൾ മാനസികമായിട്ട് ഒരു പ്രയാസം വരുമല്ലോ. അപ്പൊ അതിനെയാണ് അഴി എണ്ണുക എന്ന് പറയുന്നത്. അതെ, അത് വല്ലാത്തൊരു മാനസികമായിട്ട് നമ്മളെ തളർത്തുവോ ഈ ജയില്? ശരിക്കും മാനസികമായിട്ട് തളർത്തില്ല, കാരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് നടന്നു വരുന്നുണ്ട്. കാരണം ഇത് പുറത്തുനിന്നുള്ള പല പ്രോഗ്രാമുകളും ഉണ്ട്, അവർക്ക് വായിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, പത്രമുണ്ട്, ബുക്കുണ്ട്. അങ്ങനെയുള്ള പരിപാടിയാകുമ്പോൾ അങ്ങനെ തളർത്താനുള്ള സംവിധാനം ഇല്ല. അങ്ങനെ തളർന്നു പോകുന്നവർ അവരുടെ വീട്ടിൻ്റെ സെറ്റപ്പും അവരുടെ വീട്ടിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാകാനാ സാധ്യതയുള്ളത്. ഓക്കെ, സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഒരുപാട് ജയിൽ പുള്ളികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അബദ്ധം കൊണ്ട് സംഭവിച്ച് വന്നവരുണ്ടാകും, മനഃപൂർവ്വം തെറ്റുകൾ ചെയ്ത് വന്നവരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അറിയാതെ സംഭവിച്ചിട്ടൊക്കെ ജയിലിൽ വന്നവരുണ്ടാവും. അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ അക്രമവും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? അത് ഒരുപാടുണ്ട്. ചിലവർ അബദ്ധത്തിൽപ്പെട്ടു വരുന്നവരുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ഒരാൾ ജയിലിൽ വന്നു. ഈ ജയിലിൽ വന്ന പ്രതിയെ നമ്മൾ ആദ്യം ഇതെല്ലാം നടപടിക്രമം പൂർത്തിയാക്കി സൂപ്രണ്ട് അതിൻ്റെ വാറണ്ടുകളെല്ലാം പരിശോധിക്കും. അപ്പോൾ പ്രതിയെ കൊണ്ട് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് പ്രതിയുടെ പേര് ചോദിക്കുമ്പോൾ ഓക്കെ, അച്ഛൻ്റെ പേരും റെഡിയാണ്, അച്ഛൻ്റെ പേരും അത് ശരിയാണ്, അഡ്രസ്സ് പറഞ്ഞും ശരിയാണ്. പക്ഷെ ആധാർ നമ്പർ എത്രയാണെന്ന് അറിയുമ്പോൾ ആധാർ നോക്കുമ്പോൾ ആ വന്ന തടവുകാരൻ്റെ കയ്യിലുള്ള ആധാറും നോക്കുമ്പോൾ ഇതെല്ലാം ഡിഫറൻ്റാണ്. എന്തുകൊണ്ടായിരുന്നു? കാരണം എല്ലാം ഒരു സ്ഥലത്തുള്ള ഒരേ ആളാണ്, ഒരേ പേരിൽ രണ്ട് പേരുണ്ടായിരുന്നു. അതൊരു പാവമായപ്പോൾ അയാൾ നിൻ്റെ പേരെന്താടാ? രാജനാണ്. രാജനാണ്. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേരെന്താ? സെയിം. അത് കണ്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകും. ഞങ്ങൾ വെരിഫൈ ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ അത് ലീഗൽ സർവീസ് അതോറിറ്റി ബ്യൂറോ അറിയിച്ചു. അവരുടെ അന്വേഷണത്തിൽ കൊണ്ടുവന്ന യഥാർത്ഥ പ്രതിയെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ റിലീസ് ചെയ്യുക ചെയ്തത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം റിലീസ് ചെയ്യുക ചെയ്തത്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ചോദ്യം ചോദിക്കാതെ എന്തിനാണെന്ന് പോലും അറിയാതെ വന്നുപോയി കൂടെ വന്നു. അങ്ങനെയുള്ള അനുഭവം, അങ്ങനെയുള്ളൊരു അനുഭവമുണ്ട്. പിന്നെ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് കേൾക്കാൻ സന്മനസ് കാണിച്ചാൽ ഒരു പരിധിവരെ അവർക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒന്ന് ഫോൺ ചെയ്യണം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് ഫോൺ ചെയ്യാം, പക്ഷെ നിൻ്റെ താടിയും മുടിയൊക്കെ വെട്ടിയിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം നേരെ പോയി മുടിയും താടിയും ഷേവ് ചെയ്ത്, മുടി വെട്ടി ഷേവ് ചെയ്ത്, നല്ല ചെറുപ്പക്കാരനായ ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. വന്നപ്പോൾ ഞാനും അന്തം വിട്ടുപോയി. കാരണം ഞാൻ കണ്ട ആളല്ലല്ലോ ഇത്. അപ്പം സാർ, ഞാനിത് സാർ പറഞ്ഞ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അപ്പം ഞാൻ അയാൾക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ? അങ്ങനെ അയാൾക്ക് ഫോൺ ചെയ്യാനുള്ള, അയാളുടെ ടേൺ പ്രകാരമുള്ള ഫോൺ ചെയ്യാനു പുറമെ അയാൾക്ക് എല്ലാ ദിവസവും ഫോൺ ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു. അത് കണ്ടപ്പോൾ 85ഓളം തടവുകാർ കൃത്യമായിട്ട് ഷേവും ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓരോ പ്രശ്നങ്ങളുമായി ജയിലിൽ വന്ന, ഇപ്പോൾ പാലക്കാട് ജയിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫീമെയിൽ ബ്ലോക്ക് ഉണ്ട്. അവിടെ പ്രവേശനം ഈ സൂപ്രണ്ടിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പ്രവേശനം. സ്ത്രീ ഉദ്യോഗസ്ഥരാണ്. അവരുടെ പ്രശ്നങ്ങൾ ഇതുപോലെ ചോദിച്ചറിഞ്ഞ് പല പ്രശ്നങ്ങളും ഇടപെട്ട്, കാരണം ഈ വീട്ടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കേസിൽ നിന്ന് പല ഭർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയ സംഭവങ്ങളുണ്ടായി. അങ്ങനെ ഓടിപ്പോയിട്ട് അവരെ പിടിച്ച് പോലീസ് കേസെടുത്ത് ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ കൊണ്ടുവന്ന അവരെ നമ്മൾ സംസാരിച്ച് തീർത്ത് അവരെ വീട്ടിലേക്ക് തിരിച്ചയച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സംസാരിക്കുന്ന രീതി പോലെ ഇരിക്കും. സൂപ്രണ്ടന്റ് എന്ന നിലയ്ക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലും കാരണം അവരെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച്, ആ കുട്ടികളെ, പാവം കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഒരു 3 വയസ്സും 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കൂടെ വിടാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊരു അഭിമാനം തന്നെയാണത്. ശരിക്കും തിരുത്തൽ തന്നെയാണല്ലേ? പിന്നെ അതിലൊരു സംശയം വേണ്ട. പക്ഷെ അതിനുള്ള സംവിധാനം നമ്മളെ ജയിൽ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇല്ല. കാരണം ഇത് ഉള്ളതെന്താ, കുറച്ച് ജീവനക്കാർ, അതായത് നമ്മളിപ്പോൾ തടവുകാർക്ക് അനുസരിച്ചിട്ടുള്ള ജീവനക്കാർ നമ്മളുടെ ഇടയിൽ ഇല്ല. അപ്പോൾ ഉള്ളവരെ കൊണ്ട് അവരാലാകുന്ന ആ നമ്മുടെ നിലവിലുള്ള സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്തു വരുന്നതാണത്. ശരിക്കും തിരുത്തൽ സംഭവിക്കാറുണ്ടോ? ഈ ശിക്ഷയെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ നല്ലവരായിട്ട് മാറാറുണ്ടോ? അതോ വീണ്ടും തെറ്റുകൾ ചെയ്ത് അവർ വീണ്ടും ജയിലിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ? അതിൽ നമ്മൾ സാധാരണ വരുന്ന ഈ തടവുകാരിൽ തന്നെ ഒരു 5% തിരിച്ചു വരുന്നവരുണ്ട്. അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. അത് അങ്ങനെയുള്ള ഒരു സ്ഥിരം കുറ്റവാളികളായിരിക്കും, അത് പാവങ്ങളും ആയിരിക്കും. അവർക്ക് എവിടെയും പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് നേരെ അവർ ഏതെങ്കിലും, പഴയ കാലങ്ങളിലാണെങ്കിൽ അത് പോക്കറ്റ് അടി പറയും, അത് അടിച്ചു കഴിഞ്ഞാൽ നേരെ പിടിക്കും. നേരെ ഇവിടെ 47ഓ 41 CRPC പ്രകാരം ജയിലിലാക്കി വരും. അവർ ഒരു 6 മാസം കിടക്കും, തിരിച്ചു പോകും, വീണ്ടും ഇതേ പ്രവൃത്തി ചെയ്തു വരും. അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് വരികയാണ്. പിന്നെ അടുത്തതിൽ തന്നെ അതിൽ ഒരു വിഭാഗം 1% പേര് രണ്ടാമതും കുറ്റം ചെയ്തു വരുന്നവരും ഉണ്ട്. പക്ഷെ ജയിലിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കിയവർ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. തിരിച്ചു വരുന്നില്ല. ഇവർ പരസ്പരം ആക്രമിക്കാറുണ്ടോ? കാര്യം എല്ലാവരും ജയിൽ പുള്ളികൾ എന്തായാലും കുറച്ച് ഉള്ളിൽ ഒരു ഭീകരത ഉള്ളവരാണല്ലോ, അപ്പോൾ അവർ ആക്രമിക്കാറുണ്ടോ? പരസ്പരം ആക്രമിക്കാറുണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോ ആളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്ന വീട്ടിലെ വിഷമങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരിക്കും വേറെ അടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും പറയുന്നത്. അപ്പോൾ അതുമായി കശവശ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുണ്ടെങ്കിൽ ഉടനെ അതിനെ അവിടെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ഉടനെ അവർ അടുത്ത 2 സെല്ലുകളിലേക്ക് മാറ്റിപ്പൂട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാറുണ്ട്. അതൊക്കെ ഉണ്ട്. ഈ ബാത്റൂമിൽ പോയിട്ട് പ്രശ്നങ്ങളോട് ബക്കറ്റ് എടുത്ത് അടിച്ച സംഭവങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടാവും. ഈ ജയിൽ ഉദ്യോഗസ്ഥർ
ഈ തടവുകാരോടുള്ള ഒരു സമീപനം എങ്ങനെ റഫായിരിക്കോ അതോ നോർമലായിട്ട് സാധാരണ പോലെ ആയിരിക്കും? ഞാൻ എങ്ങനെയായിരിക്കും? നേരത്തെ തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ അവരോടുള്ള പെരുമാറ്റം തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തിരുത്തെറ്റ്, കസ്റ്റഡി, തിരുത്തൽ, നവീകരണം, പക്ഷേ എങ്കിലും പുനരധിവാസം. നമ്മള് വളരെ soft ആ ആയിട്ട് രീതിയിലാവുമ്പോൾ നമ്മൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെരുമാറേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വരുന്നില്ല. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറാൻ ചാൻസ് ഒക്കെ ഇല്ലേ? അതുണ്ടാകാം. അപ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നിന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഉദ്യോഗസ്ഥന്മാരാണെന്ന ആ ഭാവത്തിൽ നിൽക്കാതെ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായി എന്ന് ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഇവർ തടവ് പുള്ളികളാണ്. ഒരു കുറ്റം ചെയ്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് വന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരോട് ഈ പരിഗണനയൊക്കെ വേണോ? ശരിക്കും വേണം. കാരണം നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് മാറ്റി സമൂഹത്തിലേക്ക് അങ്ങനെ പോയാൽ, അവരെ സമൂഹത്തിലേക്ക് തിരിച്ചയച്ച അവർ നല്ലൊരു കാര്യമല്ലേ. അവർ തെറ്റിലേക്ക് പോകാതെ നല്ലവരാക്കി മാറ്റിയിട്ട് അങ്ങോട്ട് സമൂഹത്തിലേക്ക് വിടുന്ന അങ്ങനെ ചെയ്താൽ പോരെ. അതിനുള്ള സംവിധാനം ഉണ്ടാവിച്ചില്ല. എന്നാലും ഒരു പരിധി വരെയൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ പാലക്കാട് ജയിലിൽ ഒരാൾ ഇതുപോലെ ഒരു പ്രതി എല്ലാ ചൊവ്വാഴ്ച മുടി വെട്ടാൻ വരും. പുറത്തുനിന്ന് വരും. അതിൽ നിന്ന് എങ്ങനെ തന്ത്രപൂർവം ഒരു പീസ് ബ്ലേഡ് എടുത്ത് ആശാനെടുത്ത് വായിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. വായുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് അത് സഹതടവുകാരായിട്ട് എന്തോ പ്രശ്നം, ഒരു ന്യൂസ് പേപ്പറിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ആ ബ്ലേഡ് എടുത്ത് അവൻ്റെ വലത് ചെവിക്ക് താഴെയായിട്ട് ഒരൊറ്റ വരഞ്ഞു. മുറിപ്പാടായി. ഉടനെ ഒച്ചപ്പാടും ബഹളമായി. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത് നല്ല പരിക്ക് കണ്ടു. ഉടനെ ആശുപത്രിക്ക് അയച്ചു. ഉടനെ ആ പ്രതിയുടെ പേരിൽ കേസെടുക്കുകയുണ്ടായി. വീണ്ടും കേസെടുത്തു. അങ്ങനെയുള്ളത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് പേര്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ സ്പെഷ്യലായിട്ട് കൈകാര്യം അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്നെ പോലീസ് പുറത്ത് നിർത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പല്ലവിയാണ് അവരുടെ ഉള്ളത്. അത് ഇവരുടെയും കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു ശിക്ഷ ഇളവാണ്. നമ്മൾ പൊതുവെ ഇങ്ങനെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ശിക്ഷ ഇളവ് ചെയ്യുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാം. ഈ ശിക്ഷ ഇളവ് പറയുന്നത് ജയിലിൽ വന്നിട്ട് നല്ല സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ ജയിലിൽ കഴിയുന്നവർക്ക് മാസത്തിൽ 2 ദിവസത്തെ ഇളവുണ്ട്. മാസത്തിൽ 2 ദിവസം. അത് കൂടാതെ അവർ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്നതും പരിഗണിച്ച് 2 ദിവസം കിട്ടും. അപ്പോൾ 4 ദിവസം. അപ്പോൾ ഒരു മാസം 4 ദിവസം കിട്ടും. 4 ദിവസം. ഒരു വർഷമാവുന്ന സമയത്ത് അതിനനുസരിച്ച് അത് നമ്മൾ അതിൻ്റെ ഇതിൽ കുറഞ്ഞ നിയമങ്ങളുണ്ട്. അതിന് അതെങ്ങനെ കണക്കാക്കുക എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. അതായത് ഒരു പ്രതി ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവർ പോകുന്ന ദിവസവും ജയിലിൽ വരുന്ന മാസവും അവർ റിലീസ് ചെയ്യുന്ന മാസവും കണക്കാക്കില്ല. ബാക്കിയുള്ള ദിവസമാണ് ജോലികൾ ഉണ്ടാവുള്ളൂ. അതിനാണ് ഇളവ് കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ഇളവ് കിട്ടും. പിന്നെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് ശിക്ഷ ഇളവ് പ്രഖ്യാപിക്കും. അത് പ്രകാരവും ശിക്ഷ ഇളവ് കൊടുക്കാറുണ്ട്. ഈ പരോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ആർക്കൊക്കെയാണ് ഈ പരോള് കിട്ടുക? എത്ര ദിവസമായിരിക്കും? ഇപ്പോൾ ജയിലിലായ ഒരു ആളെ പുറത്തേക്ക് വിടുകയാണ് അല്ലേ? അപ്പൊ എന്ത് വിശ്വാസത്തിലാണ് വിടുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതെ, പരോൾ എന്ന് പറഞ്ഞാലേ ഈ ശിക്ഷ ഇളവിന് അർഹതയില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഉത്തരവായിട്ടുള്ള തടവുകാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പരോളിന് അർഹതയുണ്ട്. അത് വെറുതെ ഇപ്പോൾ പത്രങ്ങൾ പറയും എല്ലാവരും വെറുതെ പരോൾ കൊടുത്ത് വിടുകയാണ്. അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതായത് ഒരു ജീവപര്യന്ത തടവുകാരനെ അയാൾ ജയിലിൽ കിടന്ന 2 വർഷം പൂർത്തിയാകണം. സെറ്റ് ഓഫ് ഉൾപ്പെടെ. അത് അണ്ടർ ട്രയൽ പ്രിസണേഴ്സായിട്ട് കിടന്ന സമയത്തും പിന്നെ ശിക്ഷിച്ച് ജയിലിൽ വന്ന കാലയളവും കണക്കിലെടുത്ത് 2 വർഷം പൂർത്തിയായാൽ മാത്രമേ പരോൾ അനുവദിക്കുള്ളൂ. അങ്ങനെയും അനുവദിക്കില്ല. പരോളിന് അയാൾ റെഡി. അയാളുടെ കാലാവധി പൂർത്തിയാക്കി പരോളിന് അയാൾക്ക് അർഹതയുണ്ടെന്ന
ഉള്ള ആ സമയമായി. പക്ഷെ അത് പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായിരിക്കണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ പരോള് കിട്ടുള്ളൂ. ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് അയക്കും, അത് ആ സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് അയക്കും, പ്രൊബേഷൻ ഓഫീസർക്ക് അയച്ചു കൊടുക്കും. അവർ നാട്ടിൽ അന്വേഷിച്ച് ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളുണ്ടാകുമോ, അവനിൽ അവിടുത്തെ അന്തരീക്ഷം മോശമാകുമോ, പ്രശ്നങ്ങൾക്ക് രൂക്ഷമാകുമെന്നല്ല അവരുടെ വീട്ടുകാരോടും നാട്ടുകാരോടും ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അനുകൂലമാണെന്ന് മാത്രമുണ്ടെങ്കിൽ മാത്രമേ പരോൾ അനുവദിക്കുള്ളൂ. ഈ 3 പ്രാവശ്യം ഇതുപോലെ 3 വർഷം പൂർത്തിയായി, അവർക്ക് പരോളെ കിട്ടുന്നില്ല. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് ഒരു ബോർഡുണ്ട്, ഇതിനെ പാസ്സാക്കാനുള്ളൊരു ബോർഡുണ്ട്. അതായത് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, DGP, ബന്ധപ്പെട്ട സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, അതാണ് സമിതിയുണ്ട്. അവർ പരിശോധിച്ചിട്ട് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനിച്ച് ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യാറുണ്ട്. ഈ എത്ര ഈ ദിവസം പരോളിൽ തന്നെ 2 സാധാരണ പരോളുണ്ട്, എമർജൻസി പരോളുണ്ട്. ഈ സാധാരണ പരോളാണ് ഒരു വർഷം 60 ദിവസം വരെ കിട്ടും. 60 ദിവസം 2 മാസം വെക്കേഷൻ അവർക്ക് ആസ്വദിക്കാം അല്ലേ? അവർക്ക് 60 ദിവസം കിട്ടും ഒരു വർഷം. അത് നമ്മൾ വേണ്ട ഒരു 79 ദിവസം കഴിഞ്ഞ 15 ദിവസത്തേക്ക് പോവാം, വീണ്ടും അല്ലെങ്കിൽ 109 ദിവസത്തെ 6 മാസത്തേക്ക് 30 ദിവസത്തേക്ക് 15 ദിവസത്തേക്ക് പോവാം, അങ്ങനെയും പോവാം. ഇതൊരു ഗൾഫിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. ജയിലിൽ പോകുന്ന ഗൾഫിൽ പോകുന്ന രീതിയിലാണ്. നമ്മളുടെ രീതി പറഞ്ഞല്ലോ നേരത്തെ, നവീകരിക്കലാണല്ലോ. തെറ്റുതിരുത്തലാകുമ്പോ പിന്നെ സമൂഹത്തിലേക്ക് വിട്ട് അവർ നോക്കണല്ലോ, അവർ അത് തിരുത്തി വരണല്ലോ. അപ്പോൾ പിന്നെ പരോൾ അങ്ങനെ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഈ എമർജൻസി പരോളുണ്ട്. എമർജൻസി പരോൾ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, കുട്ടികൾ, അങ്ങനെയുള്ള ആളുകൾക്കുള്ള മരണം, അസുഖം, രോഗാവസ്ഥ, അതിൻ്റെ മതിയായ കാരണങ്ങളൊക്കെ കാണണം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വീട് നഷ്ടപ്പെട്ട് പ്രകൃതിക്ഷോഭത്തിലുണ്ടാകുന്ന ആ നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും ഇതുപോലെ 45 ദിവസം വരെ കൊടുക്കാമെന്നുള്ളതാണ്. ഈ 40 ദിവസം പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ 15 ദിവസം ഉള്ളൂ. പിന്നെ അത് ഗവൺമെന്റിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് 45 ദിവസം വരെ നീട്ടിക്കൊണ്ടു പോകുന്നവരും ഉണ്ട്. ഈ ഒരു പരോളിന് പോയിട്ട് തിരിച്ചു വരാത്ത ആൾക്കാരൊക്കെ തിരിച്ചു വരാത്തവരുണ്ട്. അത് ആദ്യമായിട്ട് നമ്മൾ പരോളിന് പോകുമ്പോൾ ഈ പരോൾ അനുവദിക്കുന്നത് DGP ആണ്. ആദ്യത്തെ പരോള് DGP. രണ്ടാമത്തെ പ്രാവശ്യം മുതൽ സൂപ്രണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബോണ്ടിന്റെ വ്യവസ്ഥയിലാണ് പരോളിൽ വിടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ നഷ്ടപരിഹാരം ഈടാക്കും. അതിപ്പോൾ ഒരു 100 പേരെ നമ്മൾ അയച്ചിട്ടുണ്ട്, പരോളിന് അയച്ചിട്ടുണ്ട് പറഞ്ഞ 1-2 പേര് ചിലപ്പോൾ വന്നില്ല എന്ന് വരും. എന്നാൽ കൃത്യമായിട്ട് തിരിച്ചു വരാറുള്ളതാണ് പതിവ്. പിന്നെ അതുകൂടാതെ ഈ ഹോം ലീവ് കൊണ്ട് ഒരു ലീവ് ഉണ്ട്. അതൊരു 15 ദിവസം കിട്ടും വർഷത്തിൽ. അത് നമ്മുടെ ഓപ്പൺ ജയിലിലെ തടവുകാർക്കാണ് കിട്ടുക. ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് വർഷത്തിലൊരു 15 ദിവസം കൂടി ഈ 60 ദിവസത്തിന് പുറമേ കിട്ടും. ജയിൽ പുള്ളികൾക്ക് ഈ നമ്പറൊക്കെ ഉണ്ടോ? അവരുടെ വസ്ത്രത്തിൽ നമ്പർ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്പർ പ്രകാരം വിളിക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്? അല്ല, അത് നമ്പറുണ്ട്, പക്ഷെ വസ്ത്രത്തിലില്ല. ഇല്ലല്ല. അത് നമ്മുടെ കലണ്ടറിൽ ഈ വർഷത്തിലാണ് ജനുവരി മാസം 1-ാം തീയതി വരുമ്പോൾ നമ്മൾ 1 എന്നൊരു നമ്പർ കൊടുക്കുന്നു ഓരോരുത്തർക്കും. പിന്നെ വരുന്നത് തുടർച്ചയായിട്ട് കൊടുക്കും. അത് ഡിസംബർ 31 ആകുമ്പോൾ അത് അവർ അവസാനിച്ചു. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ വർഷമാണെങ്കിൽ 1/25. അത് കഴിഞ്ഞു, ലാസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് വരുമ്പോൾ 1/26. അങ്ങനെ ഓരോ വർഷപ്രകാരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കും? വസ്ത്രം സാധാരണ മുണ്ടും ഷർട്ടുമാണ്. ഇവർക്ക് കിടക്കാനായിട്ടുള്ള മുണ്ടും ഷർട്ടും ഉണ്ട്, നിക്കർ കൊടുക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഷർട്ടും മുണ്ടിന് 6 മാസത്തെ, തോർത്തിന് 3 മാസം, നിക്കറിന് 3 മാസം, അങ്ങനെ ഉണ്ട്. ഇതിന് എത്ര ജോഡി വസ്ത്രങ്ങൾ? 2 ജോഡി വസ്ത്രം. 2 ജോഡി വസ്ത്രങ്ങൾ. ഇത് തന്നെ ഉപയോഗിക്കണം. 6 മാസം ഉപയോഗിക്കണം. കിടക്കാനുള്ള ഫെസിലിറ്റി? കിടക്കാനുള്ളത് പറഞ്ഞാൽ ഓരോ പായ കൊടുക്കും, 2 ജമുക്കളം കൊടുക്കും. ജമുക്കളം പറഞ്ഞ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റ് കൊടുക്കും, 2 എണ്ണം കൊടുക്കും. അതാണ് ഉള്ളത്. അതാണ് കിടക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വലിയ പ്ലേറ്റ്, ഒരു ചെറിയ പ്ലേറ്റ്, ഒരു ഗ്ലാസ്,
ഒരു മൊന്ത വെള്ളം കുടിക്കാൻ, അതെല്ലാം കൊടുക്കും. ഇതൊക്കെ ജയിലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ കൊടുക്കും അല്ലേ? കൊടുത്തിട്ടാണ് സെല്ലിലേക്ക് പറഞ്ഞു അയക്കുന്നത്. അവർ തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും. ഒരു കൃത്യനിഷ്ഠ പഠിക്കുമോ ഈ ജയിലിലൂടെ? അത് പഠിക്കുന്നവർ നന്നായി പഠിക്കുന്നവരുണ്ട്. കൃത്യനിഷ്ഠ, ആ കൃത്യമായിട്ടുള്ള ഭക്ഷണവും സമയവും ഇതെല്ലാം ആയതുകൊണ്ട് ആ രീതി പഠിച്ചു വരുന്നവരുണ്ട്. ഈ ജയിലിൽ കിടക്കുന്നവരെ സന്ദർശിക്കാനായിട്ട് ഉള്ള ഒരു അവസരം എങ്ങനെയാണ്? അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? അത് സൺഡേ ഹോളിഡേ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും 11 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 5 മണി വരെയും സന്ദർശിക്കാം. ഒരാൾക്ക് ആ സന്ദർശിക്കാൻ വരുന്നവർ അവരൊരു ID പ്രൂഫ് കൊണ്ടുവരണം. കൊണ്ടുവരണം. അത് കൊണ്ടുവരണം. ആഴ്ചയിൽ 2 ദിവസമാണ് മിനിമം കാണിക്കുക. സൂപ്രണ്ടിന് യുക്തം എന്ന് തോന്നുകയാണെങ്കിൽ അത് കൂടുതൽ ദിവസം കാണിക്കാം. എത്ര സമയം വരെ? അത് 30 മിനിറ്റ് വരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ നിയമത്തിൽ പറയുന്നത്. പക്ഷെ അത്രയൊന്നും കാണിക്കാൻ കഴിയില്ല. കാരണം ഇനി കൂടുതൽ ആൾ വരുമ്പോൾ നമ്മൾ ലിമിറ്റ് ചെയ്ത് വേഗം പറഞ്ഞ് കാണിച്ചു വിടല്ല പതിവ്. ഈ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഇവർക്ക് അലൗഡ് ഇല്ല, അലൗഡല്ല. അല്ല. അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടോ? ഇല്ല, ജയിലിലില്ല. അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ആരും ഇല്ല അങ്ങനത്തെ ഉള്ളത്. എ ബി തടവുകാരുണ്ട്, കാറ്റഗറി തിരിച്ചിട്ട്. അത് നമ്മൾ മന്ത്രിമാർ അങ്ങനെയുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ള അവരാണ് AB കാറ്റഗറി വരുന്നവർ. നമ്മൾ നിലവിലുള്ളവരെല്ലാം C കാറ്റഗറിയിലുള്ളതാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കൊണ്ട് ജയിലിൽ പ്രവേശനമില്ല. അപ്പോൾ ഈ AB കാറ്റഗറിയിലുള്ളവർക്കുള്ള ഒരു പ്രത്യേക ഇളവുകൾ, ഫെസിലിറ്റിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അല്ല, അവർക്ക് നമ്മൾ എന്താ പറയുക, എൻ്റെ സർവീസിൽ തന്നെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഇല്ല. കാരണം MLA-മാർ, MP-മാർ, മന്ത്രിമാർ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കിടക്കാനുള്ള കട്ടിൽ കൊടുക്കണം, പിന്നെ മേശ കൊടുക്കണം, ന്യൂസ് പേപ്പർ കൊടുക്കണം, പ്രത്യേക ഭക്ഷണമുണ്ട്. അവർക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ള സംവിധാനം. അത് നിശ്ചയിക്കുന്നത് ജയിൽ വകുപ്പല്ല. അല്ല. കാരണം അത് ക്ലാസ് തിരിക്കുന്നത് കോടതിയാണ്. കോടതി തിരിച്ചു വന്ന ജയിൽ വകുപ്പ് അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ, സൗകര്യം ചെയ്യുന്നു മാത്രമേ. ഇപ്പൊ സമൂഹത്തിലെ ഉന്നതരൊക്കെ ജയിലിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ, അവരെ ഈ പറഞ്ഞ ലിസ്റ്റിൽ വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. എന്തൊക്കെ സൗകര്യമായിരിക്കും കൊടുക്കും? അതിന് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കിടക്കാനുള്ള കട്ടില് കൊടുക്കും. അതുപോലെ മേശ, അവർക്ക് വായിക്കാനുള്ള പത്രം. എല്ലാവർക്കും പത്രമുണ്ട്. 15 പേർക്ക് ഒരു പത്രം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേകം പത്രം. അവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. പുറത്തുനിന്ന് എല്ലാ ദിവസവും കൊണ്ടുവരാം. അല്ലെങ്കിൽ ജയിലിൽ ഭക്ഷണം. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഫെസിലിറ്റി ഒക്കെ കൊടുക്കാറുണ്ട്. അത് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ഒരു പരിഗണന? അല്ല, അതൊരു സമൂഹത്തിൽ ഉന്നതരല്ലേ, അതുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ ആരും എൻ്റെ സർവീസിൽ ആരും അങ്ങനെ വന്നിട്ടായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയില്ല. പാലക്കാട് ജില്ലാ ജയിൽ അല്ല, പാലക്കാട് ജില്ലാ ജയിലല്ല, ആലത്തൂർ, ചിറ്റൂർ, ഒറ്റപ്പാലം ജയിലുകളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയ നേതാക്കന്മാരൊക്കെ വരാറുണ്ട്, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ വരാറുണ്ട്. അവർക്ക് ഈ ഒരു ഫെസിലിറ്റി അവർ കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെ സർവീസിൽ ഏറ്റവും നന്നായിട്ട് വന്നപ്പോൾ അത് എടുത്തു പറയേണ്ടത് KD പ്രസേനൻ MLA ആലത്തൂർ. അദ്ദേഹം മാത്രമേ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്താണ് സൗകര്യം, എന്താണ് ഒരു തടവുകാരന് കൊടുക്കണം, അതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട. അങ്ങനെ ഒരു നേതാവ് മാത്രമേ ആ രീതി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും പറയുന്നല്ല അർത്ഥം. നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാം. നമ്മൾ ചിലപ്പോൾ വില്ലിങ്ങായി ഒരു മുൻ MLA വന്നു, അല്ലെങ്കിൽ ഒരു നേതാവ് വന്നു കഴിഞ്ഞു, നമ്മളൊരു പായ കൊടുക്കുന്നു, ഒരു പുതിയ പായ കൊടുക്കുന്നു എന്ന് വെക്കി. പക്ഷേ അയാൾ പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ഇവിടെ അങ്ങനെ അതുപോലെ അയാൾ ട്രീറ്റ് ചെയ്ത് അതുപോലെ പോയത്. ഈ പല സെലിബ്രിറ്റീസും ഒക്കെ ജയിലിലേക്ക് വരാറുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി കൊടുക്കാറുണ്ടോ? അങ്ങനെയില്ല, അവർക്കൊന്നുമില്ല. വേറെ ആർക്കും ഒന്നും കൊടുക്കാറില്ല. കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ പോകുന്നു. അല്ല, ആർക്കും ഒരു ഇതൊന്നുമില്ല, ആ ഒരു പ്രത്യേക സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്താൻ ആർക്കും കൊടുക്കാറില്ല.